മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് പ്രഭാത വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവ് ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ പ്രഭാത പ്രാർത്ഥനയെക്കുറിച്ച് കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനകൾക്ക് കുറച്ചും കൂടി മധുരം കൂടുമെന്നാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ പ്രഭാതം കർത്താവ് നമുക്ക് നൽകിയതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ പേര് ഈ പ്രഭാതം കാണാതെ അനുഭൂതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണല്ലോ. നമുക്ക് ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഈ പ്രഭാത വിരുന്നിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, അത് പ്രവൃത്തിയിലൂടെ അത് മാംസമായി ധരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് ഈ പ്രഭാത വിരുന്നിൽ പ്രത്യേകമായിട്ട് നമ്മൾ നിയോഗമെടുത്ത് പ്രാർത്ഥിക്കുക വിശുദ്ധിക്ക് വേണ്ടിയാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധിക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ, വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ വചനം വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ പ്രഭാതത്തിൽ ഈ വചനം തന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.
പ്രത്യേകമായിട്ട് കർത്താവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളതാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു. അപ്പോൾ ശരീരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ദൈവപുത്രൻ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് രൂപപ്പെട്ടുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ, അമലോത്ഭവയായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വരുന്നു. അപ്പോൾ ശരീരം ധരിക്കുമ്പോൾ ഒരു ശരീരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് മറ്റൊരു ഭാഗം കൂടി നമ്മൾ നോക്കുമ്പോൾ അവസാന അത്താഴത്തിൻ്റെ വേളയിൽ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി, വീഞ്ഞെടുത്ത് വാഴ്ത്തി അവരോട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്. ഒരുപക്ഷെ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് ഇത് വെഞ്ചിരിച്ച അപ്പമാണ് അല്ലെങ്കിൽ വാഴ്ത്തിയ അപ്പമാണ് എന്നല്ല പറയുന്നത്, ഇതെൻ്റെ ശരീരമാണ്. അല്ലെങ്കിൽ വീഞ്ഞെടുത്തുകൊണ്ട് കർത്താവ് പറയുന്നത് ഇതെൻ്റെ രക്തമാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കണം, ഇത് വാങ്ങി പാനം ചെയ്യണം. അപ്പോൾ ഒരു ശരീരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കർത്താവ് നമ്മളെ ഈ അവസാന അത്താഴവേളയിലും ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ അതിനുശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ശരീരം മറ്റു ശരീരത്തോട് ചേരുമ്പോൾ അത് ഏക ശരീരമായിട്ട് മാറുന്നു. അത് വിവാഹ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തുന്നതാണ്. എപ്പോഴും നിങ്ങൾ ഏക ശരീരമായി തീരാന്നുള്ളവരാണ്. ഇതുപോലെ തന്നെയാണല്ലോ കർത്താവിൻ്റെ ശരീരം നമ്മളോട് ചേരുമ്പോൾ നമ്മുടെ ശരീരവും കർത്താവിൻ്റെ ശരീരവും ഏക ശരീരമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, നമ്മളെല്ലാം വിശുദ്ധ കുർബാനകളായിട്ട് മാറുകയാണ്. അപ്പോൾ ശരീരത്തിന് അത്രമാത്രം പ്രാധാന്യം നമ്മുടെ സഭയിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവാണ് നിങ്ങൾ വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധി അത്രമാത്രം പ്രാധാന്യത്തോടു കൂടെ കാണണമെന്ന് നമ്മളോട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് കുറ്റമുള്ളതാണെങ്കിലോ ശരീരം മുഴുവൻ അന്ധകാരമായിരിക്കും. അപ്പോൾ കണ്ണിലൂടെയാണ് പാപം കയറാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ ഒരു പക്ഷേ നമുക്ക് വിശുദ്ധി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ ഈ വചനഭാഗത്തെക്കുറിച്ചൊക്കെ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഞാൻ എത്രമാത്രം എൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നു. അത് ജഡികമായ പാപങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ ദേവാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് കുളിച്ച് ഒരുങ്ങി നമ്മുടെ ശരീരത്തെ ശുദ്ധി വരുത്തി നമ്മൾ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കാറുണ്ടോ? അതോ രാവിലെ തന്നെ എഴുന്നേറ്റ്, പ്രത്യേകിച്ച് ഈ നോമ്പുകാലമൊക്കെ കഴിഞ്ഞ സമയമാണ്, 25 ദിവസമൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോയിരുന്നതാണ്, മുടങ്ങാതെ പോയിരുന്നതാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോൾ, ഞായറാഴ്ചകളിലൊക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാതെയാണ് പോകുന്നത് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. പക്ഷെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങളും, കർത്താവ് നമ്മുടെ ശരീരത്തിലേക്ക് തന്നിരിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങളും അത് വിശുദ്ധിയിലേക്ക് മാറ്റാനുള്ള അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരാനുള്ള ഒരു ഇന്ദ്രിയങ്ങളായിട്ട് കാണണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് അഹ്റോൻ ഓർമ്മപ്പെടുത്തുന്നതാണ് ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ ശരീരത്തിൻ്റെ വിശുദ്ധി അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ നേരിടാൻ, അതിന് പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രലോഭനങ്ങൾ നേരിടാനുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണല്ലോ ശരീരത്തിൻ്റെ വിശുദ്ധി. നമ്മുടെ കണ്ണുകളുടെ അടക്കം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്, ചില ഗാനങ്ങൾ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ, ഇതൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് എതിരായിട്ട് മാറിപ്പോകാറുണ്ട്. പ്രിയപ്പെട്ട യുവാക്കൾ യുവതികളൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവർ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവരുടെ സാഹചര്യം
സാഹചര്യങ്ങളൊക്കെ ഒരുപാട് പ്രലോഭനങ്ങൾ അതിജീവിച്ചിട്ട് വേണമല്ലോ അവരിതിനെയൊക്കെ മറികടക്കാനായിട്ട്. ഫ്രാൻസിസ് പാപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. 21-ാം നൂറ്റാണ്ടിലെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട്. ജീൻസ് ധരിക്കുന്ന, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ ചെറുപ്പക്കാരിൽ നിന്ന് വിശുദ്ധരെ എങ്ങനെ ഉത്ഭവിപ്പിക്കാൻ സാധിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പാപ്പ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഫ്രാൻസിസ് പാപ്പ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർ നിരവധി വെല്ലുവിളികളെ മറികടന്നുകൊണ്ടാണ്, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ തിന്മകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് അതിജീവിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ജീവിച്ചു വരുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രലോഭനങ്ങൾ അത് എപ്പോഴും ഒരു മനുഷ്യന് കൂടെയുള്ളതാണ്. കർത്താവ് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ പൗലോസ് ശ്ലീഹ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനാണ്. ഇത് ശരീരത്തിൻ്റെ ഒരു പരിപോഷണത്തിന് വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആഹാരം കഴിക്കുന്നു. പക്ഷേ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഇതിന് രണ്ടും നശിച്ചു പോകാനുള്ളതാണ്. ഇത് ദൈവം നശിപ്പിക്കുന്നതാണ്. അതായത് നമ്മുടെ മരണശേഷം നമ്മുടെ ശരീരമല്ല ആത്മാവാണ് പിന്നെ ജീവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സഭയുടെ പഠനങ്ങളും കർത്താവ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ നമുക്ക് ചില കുട്ടികളോടും അല്ലെങ്കിൽ മുതിർന്നവരോടും യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ഭംഗിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് അത്ര ഭംഗിയില്ല, അല്ലെങ്കിൽ അത്ര മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധം ഒന്നുമില്ല എന്നാൽ ചില നിരാശയിലൂടെയൊക്കെ പോകുന്ന ചില മക്കളൊക്കെ ഉണ്ട്, ചില യുവാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ്, നിൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രമാണ് നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ബാക്കിയെല്ലാം നീ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ്, ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നിന്നിലും വസിക്കുന്നുണ്ട്. വിശുദ്ധ കൂദാശകളിലൂടെ നിന്നിലും വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് ശരീരം ദേവാലയമായി ദേവാലയത്തിൻ്റെ അതേ പവിത്രതയോടുകൂടെ കാത്തു സൂക്ഷിക്കണമെന്ന് കർത്താവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ ജോലികളിലേക്ക് പോകുമ്പോൾ, പഠനങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മൾ യാത്രകളിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളും ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പേറിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് മനസ്താപ പ്രകരണത്തിൽ നമ്മൾ എപ്പോഴും ചൊല്ലുന്നത്, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ശരീരത്തിനെതിരായിട്ടുള്ള പാപ സാഹചര്യത്തെ എങ്ങനെ നമ്മൾ മറികടക്കണം, അല്ലെങ്കിൽ ഞാൻ മറികടക്കും എന്ന്, അല്ലെങ്കിൽ മറികടക്കാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പിതാവിനോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ കാവലായി നിൽക്കുന്നവർ ഈ രണ്ട് വിശുദ്ധരാണ്. അപ്പോൾ നമുക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ഇവർ മാധ്യസ്ഥം വഹിക്കും. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം, ഈ ഒരു നിയോഗം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ കുറച്ചു നേരം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. സകല സ്വർഗവാസികളോടുകൂടെ, സകല മാലാഖ വൃന്ദങ്ങളോടുകൂടെ, ക്രോവന്മാരോടുകൂടെ, ശ്രാപ്യന്മാരോടുകൂടെ, എല്ലാ സകല വിശുദ്ധരോടുകൂടെ നമ്മുടെ ഇടയിൽ ജീവിച്ചു പോയ എത്രയോ പേര് സ്വർഗത്തിലായിരുന്നുകൊണ്ട് കർത്താവിനെ ഈ നിമിഷം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അവരോടൊപ്പം ചേർന്ന് സ്തുതിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥരോടുകൂടെ, നമ്മുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരോടുകൂടെ, നമ്മുടെ കാവൽമാലാഖമാരോടുകൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ സ്നേഹത്തെ നിറച്ച് എൻ്റെ ശരീരത്തെ വിശുദ്ധിയുള്ളതാക്കി മാറ്റാൻ, എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ ഉരുകി പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രഭാത വിരുന്നിലൂടെ കടന്നു പോകാം. ഈ നമ്മുടെ ഈ സകല നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച്, പിതാവായ ദൈവത്തിന് സമർപ്പിച്ച്
നമുക്ക് ഇന്നത്തെ ദിവസം വ്യാപരിക്കാൻ സാധിക്കട്ടെ. സത്യസ്നേഹസ്വരൂപനേ, സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെന്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ. സത്യസ്നേഹസ്വരൂപനേ. സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെന്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സത്ക്രാരി തൻ
നമുക്ക് സകല ഭൂവാസികളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന്, മെത്രാന്മാരോട് ചേർന്ന്, മെത്രാപ്പൊലിത്താമാരോട് ചേർന്ന്, സകല വൈദികരോട് ചേർന്ന്, സന്യസ്തരോട് ചേർന്ന്, അൽമായ പ്രേക്ഷിതരോട് ചേർന്ന്, പ്രത്യേകിച്ച് മരിയൻ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന്, നമ്മുടെ മാതാപിതാക്കളോട് ചേർന്ന്, സഹോദരങ്ങളോട് ചേർന്ന്, ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും, ഈ സമയം പ്രഭാത വിരുന്നിന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രേക്ഷകരോടും ചേർന്ന് നമുക്ക് ഈ സമയത്ത് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ധാരാളം കൃപകൾ നിറയ്ക്കാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നിറയ്ക്കാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ പ്രകാശമാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്നുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.